നമസ്തേ, ഞാൻ മാലതി വാര്യർ, നിങ്ങളുടെ പ്രിയപ്പെട്ട മാലതി ചേച്ചി. ഞായറാഴ്ച ദിവസം നമ്മുടെ ചാനൽ, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് എറണാകുളം ജില്ലയിലെ വനിതാവേദിയുടെ ചാനൽ ഉണരുകയല്ലേ. ഒരു ചെറിയ കോൺട്രിബ്യൂഷൻ എൻ്റെ കൂടിയാകട്ടെ ആ ഉണർവിലേക്ക്. ഈ ചാനൽ കഥകളതിസാഗരമാണ്. ഞാൻ ഈ വീഡിയോ യൂട്യൂബിലേക്ക് കൂടി ഇടുന്നുണ്ട് കേട്ടോ. ഇഷ്ടമുള്ളവർ കാണട്ടെ, ആസ്വദിക്കണമെന്നുള്ളവർ ആസ്വദിക്കട്ടെ. ആട്ടെ, കാര്യത്തിലേക്ക് വരാം. ഞാൻ ഇന്നൊരു പാചകക്കുറിപ്പാണ് ഇടുന്നത്. ഇതത്ര പുതിയ പാചകമൊന്നുമല്ല കേട്ടോ, എന്നാൽ പഴയതുമല്ല. ഇന്നും നിലവിലിരിക്കുന്ന ഒരു പാചകം, പഴയ മനസ്സിലെ ഒരു അമ്മൂമ്മക്കൂട്ട്, അത്രയും പറഞ്ഞാൽ മതി. ഒരുപാട് കൂട്ടുകുടുംബങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് കൂട്ടാനൊക്കെ ഇത്തിരി കഷ്ടിപുഷ്ടിയായി എന്ന് വരുമ്പോൾ ചെറുതായിട്ട് ഒരു കൂട്ടം കൂട്ടാനുണ്ടാക്കണം പെട്ടെന്ന് എന്ന് വരുമ്പോൾ ഉണ്ടാക്കുന്ന അമ്മമാരുണ്ടാക്കുന്ന അമ്മൂമ്മമാരുണ്ടാക്കാറുള്ള ഒരു കറിക്കൂട്ടാണ് കേട്ടോ ഇത്. ഇനി പറയാം ഇന്നത്തെ പാചകം. ഇതിൻ്റെ പേര് വെള്ളരിക്ക കിച്ചടി. വെള്ളരിക്ക നമുക്കെല്ലാം സുപരിചിതമാണല്ലോ. പച്ചടി കിച്ചടി രണ്ടും ഉണ്ടാക്കും വെള്ളരിക്ക കൊണ്ട്. എന്താ ഇത് തമ്മിലുള്ള വ്യത്യാസം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പറയാം. പച്ചവെള്ളരിക്ക വെന്തട്ട് ചേരുവകളൊക്കെ ചേർക്കുന്നതാണ് കിച്ചടി. പച്ചവെള്ളരിക്ക വേവാതെ ചേരുവകളൊക്കെ ചേർത്ത് കൂട്ടിയെടുക്കുന്നതാണ് പച്ചടി. ഞാൻ ഇന്നിവിടെ അവതരിപ്പിക്കുന്നത് കിച്ചടിയാണ്. ഇതിന് വേണ്ടതായ സാധനങ്ങൾ: ഒരു കഷ്ണം വെള്ളരിക്ക, വലിയ വെള്ളരിക്കയാണെങ്കിൽ പകുതി മതി കേട്ടോ, തൊണ്ടൊക്കെ ചെത്തി കളഞ്ഞ് കുരുകുരാ നീളപ്പാട് ഇങ്ങനെ കീറി അരിഞ്ഞരിഞ്ഞ് ഒരു പാത്രത്തിലേക്ക് കഴുകി വാരി വെച്ചേക്കാം. ആ കഷ്ണത്തിലേക്ക് അല്പം ഉപ്പും മഞ്ഞൾപ്പൊടിയും ഒരു ലേശം മുളക് പൊടിയും കൂടി ചേർത്ത് വേവിച്ച് അവിടെ മാറ്റി വയ്ക്കുക. ഒരു അരമുറി തേങ്ങ, പച്ച തേങ്ങ, 2-3 പച്ചമുളക്, ഒരു നുള്ളി ജീരകം, കൂടാതെ കൊണ്ട് ഒരു അര സ്പൂൺ കടുക്, ഇതെല്ലാം കൂടി ചേർത്തൊന്ന് മയത്തിന് അരച്ചെടുക്കുക. ഈ അരക്കണയിലേക്ക് വെള്ളത്തിൻ്റെ ആവശ്യത്തിന് നല്ല പുളിച്ച മോരൊഴിച്ചാലും മതി കേട്ടോ. പച്ചവെള്ളം തന്നെ ഒഴിക്കണമെന്നൊന്നുമില്ല, നമുക്കിതിൽ മോരിന് ചേർക്കാനുള്ളതാണേ. അതുകൊണ്ടാണ് കുറച്ച് മോരൊഴിച്ച് ഇതങ്ങോട്ട് അരച്ച് കലക്കുക. എന്നിട്ട് അപ്പം കഷ്ണം റെഡിയാണ്, അരപ്പും റെഡിയാണ്. ഇനി ഈ കിച്ചടിക്കൊരു പ്രത്യേകത ഉള്ളത്, സാധാരണയായിട്ട് മുളക്, ചുമല മുളക് പൊട്ടിച്ച് വറുത്തിടാറ് പതിവില്ല. കടുക് പൊട്ടിക്കും. ഇത്തിരി വെളിച്ചെണ്ണ അങ്ങോട്ട് ചീഞ്ചട്ടിയിലൊഴിച്ച് കടുക് പൊട്ടിച്ച് അതിലേക്ക് ഈ വേവിച്ച് വെച്ചിരിക്കുന്ന കഷ്ണവും ഒഴിക്കും, ഈ അരപ്പും ചേർക്കും. കൂടാതെ കണ്ട് അല്പം കൂടി മോരൊഴിച്ച് ഒന്ന് യോജിപ്പിച്ച് ചേർക്കും. അതിൽ ഒരല്പം അര സ്പൂൺ ഉലുവാപ്പൊടി കൂടി ചേർക്കും. അപ്പം എല്ലാം ചേരുവകളൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് ചേർന്നു. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് പകർത്തി, നല്ല വൃത്തിയുള്ളൊരു പാത്രത്തിലേക്ക് പകർത്തി വെച്ച് അതിൻ്റെ മീതെ ഇങ്ങനെ കറിവേപ്പിൻ്റെ ഇലയും കിടക്കുക, പച്ച കറിവേപ്പില കേട്ടോ. അതിൻ്റെ മീതെ ഒരു ഇത്തിരി പച്ച വെളിച്ചെണ്ണ, എന്നിട്ട് ഒന്ന് ഇളക്കി അടച്ചവിടെ വയ്ക്കുക. നമ്മുടെ കിച്ചടി റെഡിയായി. എത്ര എളുപ്പം കഴിഞ്ഞു, നല്ല സ്വാദുമാണ് കേട്ടോ, ഒരു പുതിയ സ്വാദ്. ഞാൻ ഈ സാധനം ഉണ്ടാക്കിയിട്ടുണ്ട്, ദേ കാണിച്ചു തരാം. റെസിപ്പിയൊക്കെ നമുക്ക് അമ്മമാർക്കൊക്കെ മനസ്സിലാവുമല്ലോ. സാധനം ഉണ്ടാക്കിയത് ഇതാ ഇങ്ങനെ ഇരിക്കും. കാണാനുണ്ടോ? ദാ 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 പോവാണ്ടിരിക്കട്ടെ, ഞാൻ കുറച്ചേ എടുത്തുള്ളൂ. കാരണം അത് കാണിക്കണമെങ്കിൽ ഇങ്ങനെ ഇതാവണ്ടേ. ഒരു കഷ്ണം വെള്ളരിക്ക വേണ്ട. ഇത് സാധാരണ നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ ഉണ്ടാക്കാറുള്ളതാണ്. ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും അറിഞ്ഞൊന്നും വരില്ല കേട്ടോ.
ചിലയിടത്തൊക്കെ ഉണ്ടാക്കും. നമ്മളെ ഇടയ്ക്കൊന്ന് സാമ്പിൾ വന്നിട്ട് തിരികെ കയറ്റി കൊടുക്കണതേ ഈ രുചിയൊക്കെ നമ്മുടെ കുട്ടികളൊന്ന് പഠിച്ചിരിക്കട്ടെ. ഇഷ്ടപ്പെട്ടു ഈ വെള്ളരിക്ക കിച്ചടി? ഒന്നുണ്ടാക്കി നോക്കൂ കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് പ്രയോഗിച്ചാൽ പാസ്സാവും. ചപ്പാത്തിക്കും ഈ കറി ചിലർക്ക് ഇഷ്ടപ്പെടും. രാത്രി ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലൊക്കെ ചപ്പാത്തിയല്ലേ, അപ്പോൾ പെട്ടെന്നൊരു കറി ഉണ്ടാക്കുന്നത് വെള്ളരിക്ക കിച്ചടി ഉണ്ടാക്കിയിട്ട് തെറ്റൊന്നും തിരക്കടമൊന്നുമില്ല. ആവാം. അങ്ങനെ ഇന്നത്തെ എൻ്റെ പാചകം വെള്ളരിക്ക കിച്ചടി. നിങ്ങൾക്ക് ഇത് പരിചയമുണ്ടെന്നും ഇനിയും ഇതിൻ്റെ സ്വാദം നിങ്ങൾ ഇഷ്ടപ്പെടുമെന്നും നിങ്ങളിടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഉണ്ടാക്കുമെന്നുള്ള ഒരു മോഹത്തോട് കൂടിയിട്ട് ഞാൻ അവതരിപ്പിച്ചതാണ് കേട്ടോ. ഇത് സ്വീകരിച്ച എല്ലാവർക്കും നന്ദി. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ.